ഹൈ ഓൾ വെൽക്കം ബാക്ക്. നമുക്കിന്ന് ടേം 1 എക്സാമിനുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറോടെ പരിചയപ്പെടാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെ വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും അറിയായിരിക്കും. യങ് ഇറ്റലി, ദ സീക്രട്ട് സൊസൈറ്റി ഓഫ് ഇറ്റലി വാസ് സെറ്റപ്പ് ബൈ, നോ ഡൗട്ട് ഇറ്റ് ഈസ് മസീനി. ക്വസ്റ്റ്യൻ നമ്പർ 2, കൗണ്ട് കേവേഴ്സ് കോൺട്രിബ്യൂഷൻ ടു ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ വാസ്. ഡിപ്ലോമാറ്റിക് അലയൻസ് വിത്ത് ഓസ്ട്രിയ ആണോ, ഡിപ്ലോമാറ്റിക് അലയൻസ് വിത്ത് ദ ബോർബൺ കിങ്സ് ഓഫ് സ്പെയിൻ ആണോ, ഓ ഡിപ്ലോമാറ്റിക് അലയൻസ് വിത്ത് ഫ്രാൻസ് ആണോ, ഓ വാർ വിത്ത് ഓസ്ട്രിയൻ ഹാബ്സ്ബർഗ്. നമ്മൾ ഇറ്റലി യൂണിഫിക്കേഷൻ എടുത്ത സമയത്ത് അവിടെ പറഞ്ഞൊരു കാര്യമായിരുന്നു, ഈ കൗണ്ട് കേവർ ഫ്രാൻസുമായിട്ട് അലയൻസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, ഡിപ്ലോമാറ്റിക് അലയൻസ് വിത്ത് ഫ്രാൻസ്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 3, ഐഡൻറ്റിഫൈ ദ ഐഡിയോളജി അണ്ടർ വിച്ച് പീപ്പിൾ ഡിമാൻഡഡ് ഫ്രീഡം ഓഫ് മാർക്കറ്റ് ഇൻ ഏർലി 19th century ഇൻ യൂറോപ്പ്. റൊമാൻസിസം, ലിബറലിസം, സോഷ്യലിസം ആൻഡ് റാഷണലിസം. നമുക്ക് പ്രത്യേകിച്ച് ആലോചിക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം നമുക്കറിയാലോ ഇവിടെ ഫ്രീഡം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രീഡമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ലിബറലിസമാണ്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 4, വിച്ച് ഓഫ് ദ ഫോളോയിങ് റെവല്യൂഷൻസ് ഈസ് കോൾഡ് ദ ഫസ്റ്റ് എക്സ്പ്രഷൻ ഓഫ് നാഷണലിസം. അതായത് ഇതിൽ 4 റെവല്യൂഷൻ കൊടുത്തിട്ടുണ്ട്: ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, ഗ്ലോറിയസ് റെവല്യൂഷൻ ആൻഡ് ദ റെവല്യൂഷൻ ഓഫ് ലിബറൽസ്. ഇതിൽ ഏത് റെവല്യൂഷനാണ് വേൾഡിലെ മറ്റ് കൺട്രീസിനെ ഇൻസ്പയർ ചെയ്തത്? ആൻസർ ചെയ്ത് വിചാരിക്കുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഫ്രഞ്ച് റെവല്യൂഷൻ. കാരണം അതുകൊണ്ടാണ് മെറ്റേണിച്ച് പറഞ്ഞത് എന്ത്, ഈ ഫ്രാൻസ് നീസസ് ദി എൻറ്റയർ യൂറോപ്പ് ഗെറ്റ്സ് കോൾഡ്. ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. അതായത് ഫ്രാൻസ് എന്ത് ചെയ്യുന്നു അത് പെട്ടെന്ന് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും മറ്റ് കൺട്രീസിലും ഒക്കെ പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നുള്ള കാരണം കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം. സോ ഫ്രഞ്ച് റെവല്യൂഷനാണ് ഇസ് നോൺ ആസ് ഫസ്റ്റ് എക്സ്പ്രഷൻ ഓഫ് നാഷണലിസം. നൗ ചൂസ് ദി കറക്റ്റ്ലി മാച്ച്ഡ് പെയർ ഫ്രം ദ ഫോളോയിങ്. ഇവിടെ 4 പേര് കൊടുത്തിട്ടുണ്ടായിരിക്കും, അതിൽ കറക്റ്റായ ഓപ്ഷനുകൾ സെലക്ട് ചെയ്യണം. നമുക്ക് ഒരെണ്ണം നോക്കാം. ഒട്ടോ ആൻഡ് ബിസ്മാർക്ക് ജർമ്മനിയാണോ? കറക്റ്റ് അല്ലേ? യെസ്. വാട്ട് അബൌട്ട് നെപ്പോളിയൻ സ്പെയിൻ ആണോ? നോ. നമുക്കറിയാം നെപ്പോളിയൻ ഫ്രാൻസുമായിട്ടാണ് റിലേറ്റ് ചെയ്ത് വരുന്നത്. ഗാരിബാൾഡി ഫ്രാൻസ് ആണോ? നെവർ. ഗാരിബാൾഡി വരുന്നത് എവിടെയാണ്? ഇറ്റലിയാണ്. നൗ ബൂബൻ കിങ്സ് ഇറ്റലി ആണോ? നോ, അത് സ്പെയിനാണ്. സോ ഇത് മാത്രമേ കറക്റ്റ് വരുന്നുള്ളൂ, ഒട്ടോ ആൻഡ് ബിസ്മാർക്ക് ജർമ്മനി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6, വൺ ഈസി ക്വസ്റ്റ്യൻ. റാബി ക്രോപ്സ് ആർ സോൺ. നമുക്കറിയാം റാബി ക്രോപ്പ് സോൺ ചെയ്യുന്നത് വിൻ്ററിലാണ്. ഇനി അത് ഓർക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ മതി. നമുക്കറിയാം ഈ വിൻ്റർ എന്ന് പറയുന്ന അതിൻ്റെ ആ ഒരു വേർഡിൻ്റെ ലാസ്റ്റ് ലെറ്റർ എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആർ എന്നല്ലേ. അതുപോലെ റാബി ക്രോപ്സിൻ്റെ ആ ഒരു വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്താ? ആറാണ് അല്ലേ. വിൻ്ററിൻ്റെ ലാസ്റ്റ് ലെറ്ററും റാബിയുടെ ഫസ്റ്റ് ലെറ്ററും ആറാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അത് റിലേറ്റ് ചെയ്യാം. അറിയുന്നവർ ജസ്റ്റ് ലീവ് ഇറ്റ്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 7, which one of the statements is incorrect as regards to commercial farming? Again, you have to find out the incorrect statement. Crops are grown for sale. നമുക്കറിയാം കൊമേഴ്ഷ്യൽ ഫാമിങ്ങിൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ. സോ ദാറ്റ്സ് കറക്റ്റ്. ദെൻ ഫാമിലി മെമ്പേഴ്സ് ഇൻവോൾവ്സ് ഇൻ ഗ്രോവിങ് ക്രോപ്സ്. അത് ശരിയാണോ? അല്ല. കാരണം നമുക്കറിയാം അവിടെ മാക്സിമം ഫാമിലി മെമ്പേഴ്സിനെയോ നെയ്ബേഴ്സിനെയോ കമ്മ്യൂണിറ്റിയോ നല്ല യൂസ് ചെയ്യുന്നത്. അവർ ധാരാളം പൈസ കൊടുത്ത് ഒരുപാട് വർക്കേഴ്സിനെ അവിടെ അവർ ജോയിൻ ചെയ്യിക്കുന്നുണ്ട് ഈ ജോലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇത് തെറ്റാണ്. ഇത് നമുക്കറിയാം പ്രാക്ടീസ് ഇൻ ലാർജ് ലാൻഡ് ഹോൾഡിംഗ് കറക്റ്റാണ്. അവർ ഹയർ ഡോസ് ഓഫ് മോഡേൺ ഇൻപുട്സ് യൂസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ മെഷീനറി ആയിരിക്കാം, അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സ് ആയിരിക്കാം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 8, വൺ ഈസി ക്വസ്റ്റ്യൻ. റിസോഴ്സസ് വിച്ച് ആർ സർവേഡ് ആൻഡ് their ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഹാവ് ബീൻ ഡിറ്റർമൈൻഡ് ഫോർ യൂട്ടിലൈസേഷൻ ആർ നോൺ ആസ്. എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ആൻസർ ഓപ്ഷൻ സി, ഡെവലപ്ഡ് റിസോഴ്സ് ആണ്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 9, ഫ്രം ദ സെയിം ചാപ്റ്റർ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ആസ് റിഗാർഡ് ടു ഇൻ്റർനാഷണൽ റിസോഴ്സസ്. എല്ലാ സ്റ്റേറ്റ്മെൻറ്റും വായിക്കുന്നില്ല, നിങ്ങൾ ജസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടൊന്ന് വായിച്ച് നോക്കുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടാവുന്ന ക്വസ്റ്റ്യനുള്ളൂ. ഇവിടെ നിങ്ങൾ കണ്ടെത്തേണ്ടത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് ഓർക്കുക. ഇതുവരെ തന്ന ക്വസ്റ്റ്യൻ എല്ലാം ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരുന്നു. ഇവിടെ കണ്ടെത്തേണ്ടത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരുപാട് ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷനിന് കാര്യം പിടിയിട്ടുണ്ടായിരിക്കും. റിസോഴ്സസ് വിച്ച് ആർ റെഗുലേറ്റഡ് ബൈ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇത് മാത്രമാണ് ഇതിൽ കറക്റ്റായിട്ട് വരുന്ന ഓപ്ഷൻ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 10, അഗെയിൻ വൺ ഈസി ക്വസ്റ്റ്യൻ. സെയിം ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ലാൻഡ് ലെഫ്റ്റ് വിത്തൗട്ട് കൾട്ടിവേഷൻ ഫോർ 1 or less than 1 അഗ്രികൾച്ചർ ഇയർ. ഏതായിരിക്കും? നമ്മൾ ഓരോന്നിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് വീഡിയോസിലെല്ലാം.
ആൻസർ കിട്ടുമെന്ന് വിചാരിക്കുന്നു. കറക്റ്റ് ആൻസർ വരുന്നത് കറൻറ്റ് ഫാളോ ലാൻഡ് ആണ്. Now question number 11. Which list includes subjects such as education, forest, trade union and marriage? സ്റ്റേറ്റ് ലിസ്റ്റ് ആണോ, റെസ്റ്റോറേജ് ലിസ്റ്റ് ആണോ, യൂണിയൻ ലിസ്റ്റ് ആണോ, കൺകറൻറ്റ് ലിസ്റ്റ് ആണോ? ഈസി ക്വസ്റ്റൻ ആയിരുന്നു വിചാരിക്കുന്നു. കൺകറൻറ്റ് ലിസ്റ്റിലാണ് ഈ കാര്യങ്ങളെല്ലാം, ഈ സബ്ജക്ട്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. Now question number 12. Power struggle demanding separate ELAM was launched by. നമ്മൾ പവർ ഷെയർ എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ച കാര്യമായിരുന്നു. ശ്രീലങ്കയിൽ നടന്ന കാര്യമാണ്. അവിടെ ഏത് ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് ഒരു സ്പെഷ്യൽ ഈലം അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ടെറിട്ടറി വേണമെന്നുള്ളൊരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചത്? നമുക്കറിയാം തമിളിയൻസ് ആയിരുന്നു. കാരണം അവർ ഒരുപാട് അവിടെ ഡിസ്ക്രിമിനേഷന് വിധേയമായിട്ടുണ്ടായിരുന്നു. ദേ വർ ഡിസ്ക്രിമിനേറ്റഡ് ഇൻ ശ്രീലങ്ക. സോ ദേ ഡിമാൻഡഡ് ദിസ് തിങ്. Now question number 13, again from the same chapter. Why did the Sri Lankan Tamils launch parties and struggle? എന്തിനായിരിക്കും? ടു അഡോപ്റ്റ് മെജോറിറ്റേറിയനിസം ആണോ, ടു റെക്കഗ്നൈസ് സിംഹളീസ് ആസ് ദ ഓൺലി ഒഫീഷ്യൽ ലാംഗ്വേജ് ആണോ, ഓർ ടു റെക്കഗ്നൈസ് തമിഴ് ആസ് ആൻ ഒഫീഷ്യൽ ലാംഗ്വേജ്, ഓർ ടു ഡോമിനേറ്റ് അതർ ലാംഗ്വേജ്? ഏത് കാരണം കൊണ്ടാണ് തമിഴ്സ് സെപ്പറേറ്റ് പാർട്ടീസും ഉണ്ടാക്കിയിട്ട് അവരവിടെ സ്ട്രഗിൾ തുടങ്ങിയത്? അറിയാലോ, ദ മെയിൻ തിങ് ഇതായിരുന്നു, ടു റെക്കഗ്നൈസ് തമിഴ് ആസ് ആൻ ഒഫീഷ്യൽ ലാംഗ്വേജ്. കാരണം പെട്ടെന്നൊരു അറിയിപ്പില്ലാതെ അവർ സിംഹള അവൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ബുദ്ധിസം ഓൾസോ ആസ് ഒഫീഷ്യൽ റിലീജിയൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അവർ തമിഴ് ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് വേണമെന്നായിട്ട് ആ ഒരു ആർഗ്യുമെൻ്റ് അവർ മുന്നോട്ട് വെച്ചത്. Now question number 14. Main significance of Belgium model of power sharing. Majoritarianism ആണോ, power shared in all ethnic groups according to their population, or on the base of adult franchise, none of them? നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. കാരണം ബെൽജിയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ? ദേ ഷെയർഡ് പവർ എമംഗ് ഓൾ എത്നിക് ഗ്രൂപ്പ്സ് അക്കോർഡിംഗ് ടു ദെയർ പോപ്പുലേഷൻ. Now question number 15. What is a coalition government? പവർ ഷെയർഡ് എമംഗ് ഡിഫറെൻറ്റ് സോഷ്യൽ ഗ്രൂപ്പ് ആണോ, അതോ ലെവൽസ് ഓഫ് ഗവൺമെൻറ് ആണോ, ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഇടയിൽ പവർ ഷെയർ ചെയ്യുന്ന കാര്യമാണോ, അതോ ഡിഫറെൻറ്റ് ഓർഗൻസ് ഓഫ് ഗവൺമെൻറ്? നമുക്കറിയാം ഈ കൊളീഷൻ ഗവൺമെൻറ് എന്ന് പറയുന്നത് എന്തായിരിക്കും? രണ്ടോ മൂന്നോ പാർട്ടീസ് ചേർന്നുണ്ടാവുന്ന ഒരു ഗ്രൂപ്പാണ് കൊലീഷൻ ഗവൺമെൻറ് എന്ന് പറയുന്നത്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, പവർ ഷെയർഡ് എമംഗ് ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ്. ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്, സൗണ്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. Now question number 16. Federalism. It's about federalism. Federalism is what? നിങ്ങളോട് ഡെഫിനിഷനാണ് എഴുതേണ്ടത്, അതിൻ്റെ ഫീച്ചേഴ്സാണ് കണ്ടെത്തേണ്ടത്. നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. ഇവിടെ 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എ ഫോം ഓഫ് യൂണിറ്ററി ഗവൺമെൻറ്, എ ഗവൺമെൻറ് വിത്ത് 2 or multi ലെവൽസ് ഓഫ് ഗവൺമെൻറ്, എ ഫോം ഓഫ് ഓട്ടോക്രാറ്റിക് ഗവൺമെൻറ്. Now as last option A and C is given, both A and C. ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്ത് വായിച്ച് നോക്കുക, ഏതായിരിക്കും ഇതിൽ കറക്റ്റായിട്ട് വരുന്നത്. നമുക്കറിയാം ഫെഡറലിസം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു യൂണിറ്ററി ഗവൺമെൻറ് അല്ല, അവിടെ പവർ ഷെയറിങ് വരുന്നുണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ്. ഇനി അതൊരു ഓട്ടോക്രാറ്റിക് ഗവൺമെൻറ് ആണോ? നെവർ. അവിടെ എല്ലാ ലെവൽസിനും ഒരുപോലെ അവർ പവർ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ലെവലിലും ഓട്ടോക്രാറ്റിക്കായി മാറാൻ സാധിക്കില്ല. സോ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ്, എ ഗവൺമെൻറ് വിത്ത് 2 or multi ലെവൽസ് ഓഫ് ഗവൺമെൻറ് ഈസ് നോൺ ആസ് ഫെഡറൽ. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 17. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷൻ? നമ്മൾ 2 കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു, ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷൻ അതുപോലെ കമ്മിങ് ടുഗദർ ഫെഡറേഷൻ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ആ ക്ലാസ് വീഡിയോയിൽ രണ്ടും ബൈഹാർട്ട് ചെയ്യാൻ ഒരു ട്രിക്ക് നിങ്ങൾക്ക് അവിടെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾ ജസ്റ്റ്, നമുക്ക് ആദ്യം വരുന്നത് കമ്മിങ് ടുഗദർ ഫെഡറേഷൻ ആണല്ലോ. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു സെൻറ്റൻസ് ഓർക്കുക. ആദ്യം വരുന്നത് കമ്മിങ് ടുഗദർ ഫെഡറേഷൻ ആണ്. ജസ്റ്റ് ഓർക്കുക, കമ്മിങ് ടു USA. പ്രത്യേകിച്ചൊരു മീനിങ് ഉണ്ടായിക്കൊള്ളുന്നില്ല, ബട്ട് ജസ്റ്റ് റിമെമ്പർ ദാറ്റ് കമ്മിങ് ടു USA. നിങ്ങൾക്ക് ഈ USA എന്ന വാക്കിൽ നിന്ന് തന്നെ ഈ കമ്മിങ് ടുഗദർ ഫെഡറേഷൻ വരുന്ന ഈ 3 കൺട്രീസിനെയും പേര് കിട്ടും. യു എന്താണ്? യു സ്റ്റാൻഡ് ഫോർ USA, എ സ്റ്റാൻഡ്സ് ഫോർ സ്വിറ്റ്സർലാൻഡ്, ആൻഡ് എ സ്റ്റാൻഡ്സ് ഫോർ ഓസ്ട്രേലിയ. അതാണ് കമ്മിങ് ടുഗദർ ഫെഡറേഷൻ ഓർക്കാനുള്ള ട്രിക്ക്. ഇനി അടുത്തായിരുന്നല്ലോ ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷൻ. അവിടെ നമുക്ക് 3 കൺട്രീസാണ് പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ നിങ്ങൾ ഇങ്ങനെ ഓർക്കുക. നമുക്കറിയാം ഇന്ത്യയിലൊരു പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് ബാങ്കാണ് SBI ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ ഓർത്താൽ മതി, നിങ്ങൾ SBI ബാങ്കിൽ ഒരു അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. യു ആർ ഹോൾഡിംഗ് ആൻ അക്കൗണ്ട് ഇൻ വിച്ച് ബാങ്ക്? SBI ബാങ്ക്. ഇനി എന്തായിരിക്കും? എ സ്റ്റാൻഡ്സ് ഫോർ സ്പെയിൻ, ബി സ്റ്റാൻഡ്സ് ഫോർ ബെൽജിയം, ആൻഡ് ഐ സ്റ്റാൻഡ്സ് ഫോർ ഇന്ത്യ.
അപ്പോൾ ജസ്റ്റ് ഇത് ബൈഹാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു ജസ്റ്റ് ഈ ട്രിക്കിലൂടെ അതൊന്ന് ഓർക്കാൻ ശ്രമിക്കുക. ഇനി ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷൻ്റെ എക്സാമ്പിൾ. നമ്മൾ പഠിച്ചാണിപ്പോൾ സ്വിറ്റ്സർലൻഡ് വരുന്നുണ്ട്, സ്പെയിൻ വരുന്നുണ്ട്. സോ സ്പെയിൻ ഇവിടെ തന്നിട്ടുണ്ട്. ബെൽജിയം വരുന്നുണ്ട്, തന്നിട്ടില്ല. ഇന്ത്യ വരുന്നുണ്ട്. ഇന്ത്യ ഈസ് ആൾസോ ഗിവൺ ഹിയർ. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബോത്ത് എ ആൻഡ് സി. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 18. We can obtain per capita income of a country by calculating. പ്രത്യേക എക്സ്പ്ലനേഷൻ ആവശ്യം വരുന്നില്ല, നിങ്ങൾ പലതവണ കേട്ട് പരിചയമുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ബൈ ഡിവൈഡിങ് നാഷണൽ ഇൻകം ബൈ ദ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് എ കൺട്രി. നൗ ക്വസ്റ്റ്യൻ നമ്പർ 19. കേരള ഹാസ് ലോ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. എന്തുകൊണ്ടാണത്? നമ്മുടെ ക്ലൈമറ്റ് കണ്ടീഷൻ നല്ലതാവുകൊണ്ടാണോ, ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളതുകൊണ്ടാണോ, ഓർ നമ്മുടെ ബേസിക് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് ഇവിടെ ഇമ്പ്രൂവ്ഡ് ആയതുകൊണ്ടാണോ? നമുക്കറിയാം അതാണ് കറക്റ്റ് ആൻസർ. ഇറ്റ് ഹാസ് ആഡിക്വേറ്റ് പ്രൊവിഷൻ ഓഫ് ബേസിക് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്. അതുകൊണ്ടാണ് നമ്മുടെ IMR ഇവിടെ കുറവായിരിക്കാൻ കാരണം. ക്വസ്റ്റ്യൻ നമ്പർ 20. വിച്ച് ഓഫ് ദ ഫോളോയിങ് നെയ്ബേഴ്സ് ഓഫ് ഇന്ത്യ റാങ്ക്സ് ഹയർ ഓൺ ദ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്? എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ തവണയും ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. കറക്റ്റ് ആൻസർ ശ്രീലങ്കയാണ്. ഇനി 21. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് റെഫേഴ്സ് ടു ദി നമ്പർ ഓഫ് ചിൽഡ്രൻ ദാറ്റ് ഡൈ. ഇവിടെ IMRൻ്റെ ഡെഫിനേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഒരുപാട് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ എല്ലാം വായിക്കുന്നില്ല, ഒരു വലിയ വീഡിയോ ആയി പോകുന്നുള്ളതുകൊണ്ട് നിങ്ങൾ കാര്യം ചെയ്യുക, വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് വായിച്ച് നോക്കുക. ഓക്കെ, ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ബിഫോർ ദ ഏജ് ഓഫ് 1 year as a proportion into 1,000 live births in that particular year. Now question number 22. Which sector is the largest producing sector in India now? ഇപ്പോഴത്തെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്ന ഏരിയ എന്ന് പറയുന്നത് സർവീസ് സെക്ടറാണ്. കാരണം we are demanding for more services. So correct answer C, tertiary sector. Now a simple question. The service sector includes activities such as, പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ആവശ്യം വരുന്നില്ല, നമുക്കറിയാം. സർവീസ് സെക്ടറിൽ വരുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബാങ്കിങ്. Now question number 24. Which of the following provision makes MNREGA as a right to work? നമുക്കറിയാം MNREGA എന്ന് പറയുന്നത് എന്തായിരിക്കും? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്. ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഇതൊരു റൈറ്റ് ടു വർക്ക് എന്നുള്ള ഒരു രീതിയിൽ നമ്മളിതിനെ കൺസിഡർ ചെയ്യുന്നത്? നിങ്ങളെല്ലാ ഓപ്ഷൻ ഒന്ന് വായിച്ച് നോക്കുക. ഇത് ലാൻഡിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ടാണോ, ഇത് 2000 പാസ്സാക്കിയ ആക്ട് ആയതുകൊണ്ടാണോ, ഇത് ഇന്ത്യയിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലേക്കും കൊണ്ടുവന്ന ആക്ട് ആയതുകൊണ്ടാണോ? നമുക്കറിയാം ഇതുകൊണ്ടൊന്നുമല്ല ഇതിനെ റൈറ്റ് ടു വർക്ക് എന്ന് വിളിക്കാനുള്ള റൈറ്റ് റീസൺ എന്തായിരിക്കും? All those who are able to work and in need of work are guaranteed at least 100 days of employment in a year. അതുകൊണ്ടാണ് നമ്മളിതിനെ റൈറ്റ് ടു വർക്ക് എന്നുള്ള രീതിയിൽ വിളിക്കുന്നത്. ഓക്കെ, നൗ സെക്ഷൻ ബി. 1 പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻ, ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമായിരുന്നു എല്ലാ പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യനും ഇൻ എ സെപ്പറേറ്റ് വീഡിയോ. ഹു എമംഗ് ദ ഫോളോയിങ് ഹാസ് പെയിൻറ്റഡ് ദ ഇമേജ് ഓഫ് ജർമ്മനിയ? പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, അറിയാത്ത ദിവസത്തെ വീഡിയോ കണ്ടു നോക്കുക. ഫിലിപ്പ് വൈറ്റ് ആണ് ആൻസർ. Now question number 26. Which of the following options is or are correct about Balkan nationalism? നമ്മൾ ആ ചാപ്റ്ററിൽ അവസാനം പഠിച്ച കാര്യമായിരുന്നു ബാൾക്കൻ ടെൻഷൻ, അതർവൈസ് നോൺ ആസ് ബാൾക്കൻ ക്രൈസിസ് ഓർ ബാൾക്കൻ പ്രോബ്ലം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. ഇവിടെ 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എ ലാർജ് പാർട്ട് ഓഫ് ബാൾക്കൻസ് വർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ഒട്ടോമൻ എംപയർ. കറക്റ്റ് ആയിരുന്നില്ലേ? അല്ലേ, ഒട്ടോമൻ എംപയറിന് കീഴിലായിരുന്നു. ആ ഒട്ടോമൻ എംപയർ തകരുന്നതിന് മുമ്പ് ബാൾക്കൻ ഉണ്ടായിരുന്നു. സോ ഇറ്റ് ഈസ് കറക്റ്റ്. ദെൻ ദിസ് റീജിയൻ ഈസ് കംപ്രൈസ്ഡ് ഓഫ് എത്നിക് ഗ്രൂപ്പ്സ് ഇൻക്ലൂഡ്സ് ഗ്രീക്ക്, സെർബ്സ്, മോണ്ടിഗ്രോ എക്സെട്ര. ദാറ്റ്സ് ഓൾസോ കറക്റ്റ്. സോ ഇത് കറക്റ്റാണ്, ഇതറിയാതെ അവിടെ മാർക്കായി പോയതാണ് കേട്ടോ. ദ ഇൻഹാബിറ്റൻസ് വേർ നോൺ ആസ് സിറ്റീസൺ. അല്ല, നമ്മൾ പഠിച്ച വേറെ സിറ്റീസൺ ആയിരുന്നില്ലല്ലോ. ദേ വേർ നോൺ ആസ് സ്ലേവ്സ് എന്നായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു, SLAVS. സോ അത് തെറ്റാണ്. ദ ബാൾക്കൻ സ്റ്റേറ്റ്സ് വർ ഹെൽപ്പിംഗ് ഈച്ച് അതർ. കറക്റ്റാണോ? അല്ല, ദേ വർ ജെലസ് ഈച്ച് അതർ അല്ലേ. അതുകൊണ്ടാണ് അവിടെ ഒരു ടെൻഷൻ ഉണ്ടാവാൻ കാരണം. സോ ഫസ്റ്റ് 2 ഓപ്ഷൻ മാത്രമാണ് അവിടെ കറക്റ്റായിട്ട് വരുന്നത്, അതായത് ഓപ്ഷൻ എ ആൻഡ് ബി.
Now question number 27. What was the civil code of 1804 also known as? പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ആവശ്യമില്ല, നമുക്കറിയാം. It is otherwise known as the Code of Napoleon or the Napoleonic Code. Now question number 28. Identify the correct statement about the liberal nationalists of Europe from the options given below. ജസ്റ്റ് ഓപ്ഷൻ വായിച്ച് നോക്കുക. ലിബറൽ നാഷണൽസിനെ കുറിച്ചുള്ള 4 ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് നിങ്ങളവിടെ എടുക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഓരോ പോയിൻറ്റ്സ് ആയിട്ട് ചെക്ക് ചെയ്യാം. ദേ എംഫസൈസ് ദ കോൺസെപ്റ്റ് ഓഫ് ഗവൺമെൻറ് ബൈ കൺസെൻറ്റ് ഓഫ് ദ പീപ്പിൾ. നമ്മളോട് പറഞ്ഞ കാര്യമായിരുന്നു. ഇതിന് എക്സ്പ്ലനേഷൻ ക്ലാസ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കൺസെൻറ്റ് ഓഫ് പീപ്പിൾ എന്നുള്ളത്. അത് കറക്റ്റാണ്. ദേ ക്രിട്ടിസൈസ് ദ ഗ്ലോറിഫിക്കേഷൻ ഓഫ് സയൻസ്. അവർ ഒരിക്കലും സയൻസിന് എതിരായിരുന്നില്ല. സോ ദാറ്റ്സ് റോങ്. ദേ ക്രിയേറ്റഡ് എ സെൻസ് ഓഫ് കളക്റ്റീവ് ഹെറിറ്റേജ്. അത് മാത്രം കറക്റ്റായി വരുന്ന ഓപ്ഷൻ അല്ല. ദേ ഡിഡ് നോട്ട് സ്റ്റാൻഡ് ഫോർ ദ ഫ്രീഡം ഓഫ് മാർക്കറ്റ്. നമുക്കറിയാം റോങ് ആണ്. അവർ ഒരുപാട് ഫ്രീഡം ഓഫ് മാർക്കറ്റിന് വേണ്ടി ആർഗ്യൂ ചെയ്ത ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് ആക്ച്വലി ലിബറൽസ് എന്ന് പറയുന്നത്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ മാത്രമാണ്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 29. ദി അഗ്രികൾച്ചർ that is practiced on small patches of land with the help of primitive tools like, നമുക്കറിയാലോ, പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ആവശ്യം വരുന്നില്ല, ക്വസ്റ്റ്യൻ വായിക്കേണ്ട ആവശ്യം വരുന്നില്ല അല്ലേ. എല്ലാം അവിടെ സ്മോൾ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. സ്മാൾ പാറ്റ്സ് നടക്കുന്ന ഏതായിരിക്കും? നോ ഡൗട്ട് ഇറ്റ് ഈസ് പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 30. റാവിൻസ് റെഫേഴ്സ് ടു ദി. നമുക്കറിയാം റാവിൻ എന്ന് പറയുന്നത് എന്താണ്? ടൈപ്പ് ഓഫ് ബാഡ് ലാൻഡ് ആണ്. പക്ഷേ ഏത് വാലിയിൽ വരുന്ന ബാഡ് ലാൻഡ് ആണ്? നമ്മൾ ക്ലാസ്സിൽ വ്യക്തമായി പറഞ്ഞൊരു ടോപ്പിക്കായിരുന്നു ഇത്. റാവിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബാഡ് ലാൻഡ് ക്രിയേറ്റഡ് അറ്റ് ചമ്പൽ വാലി. നൗ ക്വസ്റ്റ്യൻ നമ്പർ 31. സിസ്റ്റം ഓഫ് ചെക്സ് ആൻഡ് ബാലൻസ് മീൻസ്. ഇവിടെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഏതായിരിക്കും കറക്റ്റായി വരുന്നത്? നമുക്കറിയാം ഈ ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ ഇത് ഏകദേശം റൈറ്റാണ്. നമുക്കറിയാം ഈ ചെക്സ് ആൻഡ് ബാലൻസ് എന്ന് പറയുന്നത് എവിടെ വരുന്നതാണ്? ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവേഴ്സിൽ വരുന്നതാണല്ലോ. എന്നാൽ ഇതിനേക്കാൾ കറക്റ്റായി വരുന്ന ഓപ്ഷൻ ഉണ്ടോ നമുക്ക് നോക്കാം. ഓപ്ഷൻ നമ്പർ സി. പുട്ട് എ ചെക്ക് ഓൺ ദ എക്സസൈസ് ഓഫ് അൺലിമിറ്റഡ് പവേഴ്സ് ഓഫ് ദി ഓർഗൻസ് ഓഫ് ഗവൺമെൻറ് ബൈ മെയിൻറ്റെയിനിങ് എ ബാലൻസ് ഓഫ് പവർ എമംഗ് വേരിയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതല്ല ശരിക്കും ചെക്ക് ആൻഡ് ബാലൻസിൻ്റെ ഡെഫിനിഷനായി വരുന്നത്. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഇതിൽ തന്നിരിക്കുന്നതിൽ ഏറ്റവും ആപ്റ്റായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ. നൗ ദ സിസ്റ്റം ഓഫ് പഞ്ചായത്തി രാജ് ഇൻവോൾവ്സ് വില്ലേജ് ബ്ലോക്ക് ഡിസ്ട്രിക്റ്റ് ആണോ, ഡിസ്ട്രിക്ട് ബ്ലോക്ക് വില്ലേജ് ആണോ? അതിൻ്റെ ഒരു കറക്റ്റ് ഓർഡർ എങ്ങനെയാണ്? നമുക്കറിയാം ഫസ്റ്റ് വരുന്ന ഏതാ? വില്ലേജ് പഞ്ചായത്താണ്, ദെൻ ബ്ലോക്ക് പഞ്ചായത്ത്, ദെൻ ഡിസ്ട്രിക്ട് ലെവൽ. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. നൗ ആൻ അസേർഷൻ ബേസ്ഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ. അസേർഷൻ ഇങ്ങനെയാണ്: In Belgium, the leaders realized that the unity of the country is possible by respecting the feelings and interests of different communities. അത് കറക്റ്റ് അല്ലേ? സോ അസേർഷൻ കറക്റ്റാണ്. Now what about reason? Belgium favored Dutch speaking community. Never. നമുക്കറിയാം അവരൊരിക്കലും ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം ഫേവർ ചെയ്തിരുന്നില്ല. അവരെല്ലാവരുമായിട്ട് ഒരു ഈക്വലായിട്ടായിരുന്നു പവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അസേർഷൻ ഈസ് റൈറ്റ്, അസേർഷൻ ഈസ് ട്രൂ, റീസൺ ഈസ് ഫാൾസ്. സി ആണ് ആൻസർ. Okay, now question number 34. Besides Hindi, how many recognized languages, how many scheduled languages are there in India? നമുക്ക് അറിയുന്ന ആൻസർ ആണ് 21 ആണ് കറക്റ്റ് ആൻസർ. ഇനി വരുന്ന ഒരു മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്തൊന്ന് മാച്ച് ചെയ്യാൻ ശ്രമിച്ച് നോക്കുക, എന്നിട്ട് ആൻസർ കേട്ട് നോക്കുക. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമുക്കറിയാം യൂണിയൻ ഗവൺമെൻറ് ഏതായിരിക്കും കറക്റ്റായിട്ട് വരുന്നത്? യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഹെഡ് ആരാണ് നമുക്കറിയാലോ. യൂണിയൻ ഗവൺമെൻറ് എന്ന് പറയുന്നത് അതിൻ്റെ ഹെഡ് വരുന്നത് പ്രൈം മിനിസ്റ്ററാണ് അല്ലേ. ഇനി ഗ്രാമപഞ്ചായത്തിൻ്റെ ഹെഡ് ആരായിരിക്കും? അത് മണ്ഡലാണ്. ഗ്രാമപഞ്ചായത്തിൻ്റെ ഹെഡ് വരുന്നത് മണ്ഡലാണ്. ഇനി മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഹെഡ് ആരായിരിക്കും? അത് നമുക്കറിയാം മേയറാണ്. ഇനി സെൻട്രലിനും സ്റ്റേറ്റിനും ഒരുപോലെ പവർ വരുന്ന സബ്ജക്റ്റുകൾ ഏതായിരിക്കും? ദാറ്റ് ഈസ് കൺകറൻറ്റ് ലിസ്റ്റ്. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 36. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ക്ലൂസ് വന്നിട്ടുണ്ടായിരിക്കും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദാറ്റ് യു ഹാവ് ടു ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് സോയിൽ.
Its color ranges from red to brown. Generally sandy in texture and saline in nature. It lacks humus and moisture. ഏതായിരിക്കും തന്ന ഓപ്ഷനിൽ ആൻസർ ഉള്ളത്? എല്ലാവർക്കും ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ സി ആണ്, അരിഡ് സോയിലാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 37. 59% ഓഫ് ദ കൺട്രീസ് ടോട്ടൽ പോപ്പുലേഷൻ ഹൂ സ്പീക്സ് ഡച്ച് ലീവ്സ് ഇൻ. ഇവിടെ കൺട്രി എന്ന് പറയുന്നത് ഏത് കൺട്രിയുടെ അറിയാലോ? ഇറ്റ്സ് അബൌട്ട് ബെൽജിയം. നിങ്ങൾ പലതവണ ബൈഹാർട്ട് ചെയ്ത് പഠിച്ച ആൻസർ ആയിരിക്കും അല്ലേ? 59% എന്ന് കേൾക്കുമ്പോഴും ഡച്ച് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വരുന്ന ആൻസർ ഏതായിരിക്കും? അത് തന്നെയാണ് കറക്റ്റ് ആൻസർ, ഫ്ലെമിഷ് റീജിയൻ. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 38. ഐഡൻറ്റിഫൈ ദ റീജിയൻ ഫ്രം ദ ഇൻഫർമേഷൻ ഗിവൺ ബിലോ. ഇതിൽ ആ ഇൻഫർമേഷനും ആൻസേഴ്സിൻ്റെ ക്ലോസ് തമ്മിൽ മിക്സ്ഡായി പോയിട്ടുണ്ട്. ഞാനത് നമുക്കിങ്ങനെ ചെയ്യാം. ഈ ഫസ്റ്റ് എത്നിക് റീജിയൻ എന്ന് പറയുന്നൊരു ക്ലൂ ആണ്. അതുപോലെ ദേവ് ജലസ് ഈച്ചർ എന്ന് പറയുന്ന ക്ലൂ ആണ്. ഈ 4 എണ്ണമാണ് ആൻസേഴ്സിൻ്റെ ഓപ്ഷൻ. ഓക്കെ, പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ആവശ്യം വരുന്നില്ലല്ലോ അല്ലേ? എത്നിക് റീജിയൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ദേവ് ജലസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളത്ര അങ്ങനെ വരുന്ന ഒരു കാര്യം മാത്രമേ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളൂ. ഇറ്റ് വാസ് എബൌട്ട് ബാൾക്കൻ റീജിയൻ. സോ കറക്റ്റ് ആൻസർ ബാൾക്കൻ റീജിയൻ ആണ്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 39. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദ പബ്ലിക് സെക്ടർ. ഇതിൽ പബ്ലിക് സെക്ടറിനെ കുറിച്ച് കൊടുത്ത കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? ഗവൺമെൻറ് ഓൺസ് മോസ്റ്റ് ഓഫ് ദ അസെറ്റ്. അത് കറക്റ്റ് അല്ലേ? യെസ്. ദെൻ ദേ സെൽ വീറ്റ് ആൻഡ് റൈസ് ത്രൂ റേഷൻ ഷോപ്സ്. അതും കറക്റ്റാണ്. ദെൻ പ്രോഫിറ്റ് ഈസ് ദെയർ മോട്ടീവ്. അത് കറക്റ്റാണ്. നമുക്കറിയാം പബ്ലിക് സെക്ടറിൻ്റെ പ്രത്യേകിച്ച് റേഷൻ ഷോപ്പിൻ്റെ ഒക്കെ മെയിൻ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മേക്കിംഗ് അല്ല, ബട്ട് ആ ഒരു സർവീസ് ആയിട്ടാണ് ഗവൺമെൻറ് അത് ചെയ്യുന്നത്. സോ ദാറ്റ്സ് റോങ്. റിലയൻസ് ഇൻഡസ്ട്രി ഈസ് ആൻ എക്സാം. നമുക്കറിയാം റിലയൻസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പബ്ലിക് സെക്ടറിൻ്റെ എക്സാമ്പിൾ അല്ല. ദാറ്റ്സ് എക്സാമ്പിൾ ഓഫ് പ്രൈവറ്റ് സെക്ടർ. സോ ഓൺലി 1 and 2 ഈസ് കറക്റ്റ്. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 40. അതൊരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ ഇങ്ങനെയാണ്: എ ഹൈ ആവറേജ് ഇൻകം ഈസ് നോട്ട് ഇൻഡിക്കേറ്റീവ് ഓഫ് ദ ഓവറോൾ വെൽബീയിങ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻ എ കൺട്രി. അത് കറക്റ്റ് അല്ലേ? നമുക്ക് ഇൻകം നമ്മൾ പറഞ്ഞ കാര്യമായിരുന്നല്ലോ, ഇൻകം കൊണ്ട് മാത്രം നമുക്കൊരു കൺട്രിയുടെ ഡെവലപ്മെൻറ്റ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. സോ അസേർഷൻ ഈസ് കറക്റ്റ്. ഇനി റീസൺ എങ്ങനെയാണ്? ആവറേജ് ഇൻകം ഡസ് നോട്ട് കവർ ഇൻഡിക്കേറ്റേഴ്സ് ലൈക്ക് ലെവൽ ഓഫ് ലിറ്ററസി റേറ്റ്, ഹെൽത്ത് ഫെസിലിറ്റീസ് ഓഫ് എ കൺട്രി. അതും കറക്റ്റ് തന്നെയല്ലേ? ഇപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യത്തിൻ്റെ മറ്റൊരു രീതിയിൽ പറഞ്ഞാണ് റീസണിൽ വരുന്നത്. നമുക്കൊരിക്കലും ആവറേജ് ഇൻകം കൊണ്ട് നമുക്ക് ഒരാളുടെ ലിറ്ററസി റേറ്റോ ഹെൽത്തോ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. സോ റീസണും കറക്റ്റ് അല്ലേ? ഇനി അത് തമ്മിൽ റിലേഷൻ വരുന്നുണ്ടോ? അതും വരുന്നുണ്ടല്ലോ, നമ്മൾ കണ്ടതാണ്. ഇതിൻ്റെ എക്സ്പ്ലനേഷനാണ് ശരിക്കും അവിടെ വന്നിരിക്കുന്നത്. സോ ആൻസർ എ ആണ്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 31. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ക്യാൻ ബി ഇൻക്ലൂഡഡ് ഇൻ ദ പ്രൈമറി സെക്ടർ? പ്രത്യേകിച്ച് നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ആവശ്യം വരുന്നില്ല. നമുക്കറിയാം കൾട്ടിവേറ്റിംഗ് ഷുഗർ കെയിനാണ് പ്രൈമറി സെക്ടറിൽ കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റി. നൗ ക്വസ്റ്റ്യൻ നമ്പർ 42. ദ ടേം ദാസ് വോക്ക് മീൻസ് കോമൺ പീപ്പിൾ ആണോ, ഫോക്ക് ഡാൻസ് ആണോ, ഫിലോസഫർ ആണോ, പോയട്രി ആണോ? അറിയുന്ന കാര്യം വിചാരിക്കുന്നു. നമ്മൾ ഈ ടേം പഠിച്ച എവിടെയായിരുന്നു? അണ്ടർ റൊമാൻസിസം. അവിടെ ജർമ്മനിയിൽ ജോഹാൻ ഗോട്ട്ഫ്രീഡ് അവിടുത്തെ കോമൺ പീപ്പിളിനെ വിളിച്ച പേരായിരുന്നു ദാസ് വോക്ക് എന്നുള്ളത്. Question number 43. Mia works in a textile shop in the city and is low paid. She has to work from 8:30 a.m. to 8:30 p.m. She does not get any holidays or paid leave, and the employer deducts her salary when she takes leave. So find out in which of the following sector she is working. ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും. കാരണം ഇവിടെ ഒരുപാട് കാര്യം പറയുന്നുണ്ട്. നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? എന്നെല്ലാം ഈ കുട്ടിക്ക് അവിടെ ബെനിഫിറ്റ്സ് ഒന്നും കിട്ടുന്നില്ല, പെയ്ഡ് ഹോളിഡേയ്സ് വരുന്നില്ല, അതുപോലെ ഒരുപാട് ലോങ് അവേഴ്സ് ഓഫ് വർക്കിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഏതിൻ്റെ ഫീച്ചറായിട്ടാണ് പഠിച്ചിരിക്കുന്നത്? നോ ഡൗട്ട് ഇറ്റ് ഈസ് അൺഓർഗനൈസ്ഡ് സെക്ടർ. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 44. ഇതൊരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ ഇങ്ങനെയാണ്: അദ്വിക് ഈസ് ആൻ എഡ്യൂക്കേറ്റഡ് ആൻഡ് സ്കിൽഡ് വർക്കർ ഹു ഏൺസ് എ ഹൈലി മന്ത്ലി സാലറി ആസ് ഹീ ഈസ് എംപ്ലോയിഡ് ഇൻ എ പ്രൈവറ്റ് ബാങ്ക് ഇൻ എ സിറ്റി. അത് പോസിബിൾ അല്ലേ? കാരണം പ്രത്യേകിച്ച് പ്രൈവറ്റ് സെക്ടർ ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്ക് സാധാരണ അത്യാവശ്യം ഹൈ സാലറി തന്നെയാണ് കിട്ടാറുള്ളത്. സോ അസേർഷൻ കറക്റ്റാണ്. നമുക്ക് റീസൺ നോക്കാം. ഓൾ സർവീസ് സെക്ടേഴ്സ് ഇൻ ഇന്ത്യ ആർ എക്സ്ട്രീംലി വെൽ ആൻഡ് ഈച്ച് ഇൻഡിവിജ്വൽ എൻഗേജ്ഡ് ഇൻ എ
ഇൻ എനി കൈൻഡ് ഓഫ് ടെറിഷറി ആക്ടിവിറ്റി ഏൺസ് എ ഹൈ ഇൻകം. അത് ശരിയാണ്. ഇവിടെ പറഞ്ഞ കാര്യം എന്താ? ടെറിഷറി സെക്ടറിലെ ഏത് ടൈപ്പ് ഓഫ് ടെറിഷറി ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യുന്ന ആൾക്കും ഹൈ സാലറി കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് അല്ലേ. ബാങ്കിൻ്റെ സാലറി ഹൈ ആണെന്ന് വിചാരിച്ചിട്ട് അത് പ്രൈവറ്റ് സെക്ടറാണെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് എല്ലാ ടെറിഷറി സെക്ടറിലും അതേ സാലറി എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. സോ റീസൺ എന്ന് പറയുന്നത് അവിടെ റോങ് ആണ്. സോ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? സി. എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ്. Now question number 45. The ocean resources till 200 nautical miles are classified under which zone? നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ആ ഒരു ടേം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായിരിക്കും അത്? എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ, അതർവൈസ് നോൺ ആസ് EE. Question number 46. Which is the most important plantation crop grown in Karnataka? ടീ ആണോ, വീറ്റ് ആണോ, മെയ്സ് ആണോ, കോഫി ആണോ? ആൻസർ അറിയാമല്ലോ അല്ലേ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, കോഫിയാണ്. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. എന്നും ചെയ്യുന്ന പോലെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ PDF കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ലാസ്റ്റ് വരുന്ന 2 മാപ്പ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1 ഇങ്ങനെയാണ്. ഓൺ ദി ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ഇന്ത്യ എ ഈസ് മാർക്ക്ഡ് ആസ് എ ഡാം. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ വരുന്ന ഒരു ഡാമാണ്. ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓപ്ഷൻ നോക്കാം. സലാൽ, തുംഗഭദ്ര, തെഹ്രി, റാണ പ്രതാപ് സാഗർ. ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ്, തുംഗഭദ്ര ഡാമാണ് ആൻസർ. ഇനി ഓൺ ദ സെയിം മാപ്പ് ബി ഈസ് മാർക്ക്ഡ് ആസ് എ മേജർ വീറ്റ് കൾട്ടിവേറ്റിംഗ് സ്റ്റേറ്റ്. എവിടെയാണ് ബി കൊടുത്തിരിക്കുന്നത്? നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ ആ സ്റ്റേറ്റിൻ്റെ പേര് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഹരിയാന, പഞ്ചാബ്, ഉത്തർപ്രദേശ് ഓർ ഹിമാചൽ പ്രദേശ്. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ബി, പഞ്ചാബാണ് ആൻസർ. ഓക്കെ, ഇപ്പോൾ നിങ്ങളിങ്ങനെയുള്ള മാക്സിമം കിട്ടാവുന്ന ഈ വർക്ക്ഷീറ്റ് എല്ലാം പ്രാക്ടീസ് നോക്കുക. സോ ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൾസോ. താങ്ക്സ് ഫോർ വാച്ചിങ്.